PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 76/2022. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ, ആസാദി കാ അമൃത് മഹോത്സവ്, എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ഐക്യം, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്തത്, സ്വച്ഛ് ഭാരത് അഭിയാൻ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3. അതായത് സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. 3, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക. മൂന്നാമത്തെ ചോദ്യം, 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ദിസ് ഈസ് നോട്ട് എ ബ്യൂറിയൽ, ഇറ്റ്സ് എ റീസറക്ഷൻ. 4ഉം 5ഉം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ചോദ്യം, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ബുക്കർ പ്രൈസിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 1, 2021 ബുക്കർ പ്രൈസ് ജേതാവ് ഡാമൻ ഗാൽഗട്ട് ആണ്, അത് ശരിയാണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ്, അതും ശരിയാണ്. 3, 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി പ്രോമിസ്, അതും ശരിയാണ്. 4, 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദ ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ്, അത് തെറ്റാണ്. 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതി ഷഗീബൈൻ എന്ന കൃതിക്കാണ് അർഹമായത്. 2024 ബുക്കർ പ്രൈസ് ജേതാവ് സാമന്ത ഹാർവെയാണ്, ഓർബിറ്റൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഏഴാമത്തെ ചോദ്യം, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ഉത്തരം ഓപ്ഷൻ എ, വിജയരാജ സിന്ധ്യ. എട്ടാമത്തെ ചോദ്യം, 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 2024 ഏത് വർഷമായാണ് UN പ്രഖ്യാപിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചത്. ഒൻപതാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, PJ ജോസഫ്. 10ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, തൃശ്ശൂർ. 11ാമത്തെ ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഉഷ്ണകാലം. 12ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, ഹാൽഡിയ ടു അലഹാബാദ്. 13ാമത്തെ ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഇലപൊഴിയും കാടുകൾ. 14ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്? തന്നിരിക്കുന്നത് തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്?
ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. 16ാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. 1. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഗോതമ്പ്. 17ാമത്തെ ചോദ്യം, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കിഴക്കൻ തീരസമതലം. 18ാമത്തെ ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ സി കാവേരി. 19ാമത്തെ ചോദ്യം, ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ലിബുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്. 20ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? സിന്ധു നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ അറബിക്കടലിലാണ്. പെരിയാർ അറബിക്കടലിലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയായിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 21A. 22ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 23ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഉത്തരം ഓപ്ഷൻ ഡി സോഷ്യലിസം. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റിന് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? ഉത്തരം ഓപ്ഷൻ ബി 10. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത കമ്മീഷണർമാരുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അടങ്ങിയിരിക്കുന്നത്. 25ാമത്തെ ചോദ്യം, ബച്പൻ ബച്ചാവോ ആന്തോളനി എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ബച്പൻ ബച്ചാവോ ആന്തോളനി എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കൈലാസ് സത്യാർത്ഥി. 26ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയഗീതമായ വന്ദേമാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി ബംഗാളി. 27ാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ റുപ്പി എന്ന ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 2010 ജൂലൈ 15. 28ാമത്തെ ചോദ്യം, മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്? മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്? ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. 29ാമത്തെ ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. അത് ശരിയാണ്. 2. ചെയർമാനെയും കമ്മീഷണർമാരും പ്രധാനമന്ത്രി നിയമിക്കുന്നു. അത് തെറ്റാണ്. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. അതും തെറ്റാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 തെറ്റായിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ മഹാരാഷ്ട്ര. 31ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച്
താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. 2. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. അത് തെറ്റാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 32ാമത്തെ ചോദ്യം, കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കോൺഗ്രസിലെ മിതവാദികളുടെ പട്ടികയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇതിൽ സുരേന്ദ്രനാഥ് ബാനർജി മാത്രമേ മിതവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നുള്ളൂ. ഓപ്ഷൻ ഇതിലില്ല. 33ാമത്തെ ചോദ്യം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത്. അത് ശരിയാണ്. 2. കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സൈമൺ കമ്മീഷനെ നിയമിച്ചു. അത് തെറ്റാണ്. ഹണ്ടർ കമ്മീഷനെയാണ് നിയമിച്ചത്. 3. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ സ്ഥാനം ഉപേക്ഷിച്ചു. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 34ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ഡൽഹി. അത് തെറ്റാണ്. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. 2. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. അത് ശരിയാണ്. 3. ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 35ാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. ഡൽഹി ബീഗം ഹസ്രത്ത് മഹൽ. അത് തെറ്റാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ. 2. ജാൻസിംഗ് റാണി ലക്ഷ്മിബായ്. അത് ശരിയാണ്. 3. കാൻപൂർ നാനാ സാഹിബ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 36ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1. സേവാ സമിതി NM ജോഷി. അത് തെറ്റാണ്. HN കുൻസ്രോ ആണ് സേവാ സമിതി സ്ഥാപിച്ചത്. 2. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. അത് ശരിയാണ്. 3. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം, ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു. അതും ശരിയാണ്. സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അത് തെറ്റാണ്. വില്യം ബെൻഡിക്കിൻ്റെ കാലത്താണ് സതീ സമ്പ്രദായം, ശിശുഹത്യ എന്നിവ നിരോധിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 38ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് VP മേനോൻ, JB കൃപലാനി, സർദാർ വല്ലഭായ് പട്ടേൽ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം, അതായത് VP മേനോൻ, സർദാർ വല്ലഭായ് പട്ടേൽ. 39ാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതാണ്? രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനവും എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അത് ശരിയാണ്. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന
ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. അതും ശരിയാണ്. 55 സെക്കൻഡ് കൊണ്ടാണ് ദേശീയഗാനം പാടിത്തീരുക. അത് തെറ്റാണ്. 52 സെക്കൻഡ് കൊണ്ടാണ് പാടിത്തീരേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം, വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം. മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. ഹിന്ദി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. അത് തെറ്റാണ്. ഗുജറാത്തി ഭാഷയിലാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 41ാമത്തെ ചോദ്യം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം. അത് ശരിയാണ്. 2 HMT ലിമിറ്റഡ് എറണാകുളം. അതും ശരിയാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം. അത് തെറ്റാണ്. കൊച്ചിയാണ് വരുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 42ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏതാണ്? 1 നേരിയമംഗലം ജലവൈദ്യുത പദ്ധതി, ചാലക്കുടി പുഴ. അത് തെറ്റാണ്. പെരിയാറാണ് ഉത്തരം വരേണ്ടത്. 2 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദി. അത് ശരിയാണ്. 3 ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പമ്പ നദി. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 43ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 തുഞ്ചൻ സ്മാരകം, തിരൂർ. അത് ശരിയാണ്. 2 കുഞ്ചൻ സ്മാരകം, കിള്ളിക്കുറിശി, മംഗലം. അതും ശരിയാണ്. വള്ളത്തോൾ മ്യൂസിയം, കൊല്ലം. അത് തെറ്റാണ്. തൃശ്ശൂരാണ് വേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 44ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 വിശ്വദർശനം, ജി ശങ്കരക്കുറുപ്പ്. അത് ശരിയാണ്. അവിൽ പൊതി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അത് തെറ്റാണ്. VK ഗോവിന്ദനാണ് അവിൽ പൊതി എഴുതിയത്. 3 മുത്തശ്ശി, N ബാലാമണിയമ്മ. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 45ാമത്തെ ചോദ്യം, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 പമ്പ, പുളിച്ചിമല. അത് ശരിയാണ്. 2 ചാലക്കുടി പുഴ, ആനമല. അതും ശരിയാണ്. അച്ചൻ കോവിലാർ, പമ്പാ നദി. അച്ചൻ കോവിലാർ പമ്പാ നദിയുടെ പോഷക നദിയാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 46ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിവയിലൂടെയാണ്. ഇതിൽ ഗോവ, കർണാടക വരുന്ന ഓപ്ഷൻ സി ആണ്. 47ാമത്തെ ചോദ്യം, കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ. ഈ സാമൂഹ്യ സംഘടനാ സംവിധാനത്തിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടക്കേണ്ടതാണ്. 48ാമത്തെ ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. 1 പറമ്പിക്കുളം വന്യജീവി സങ്കേതം, മലപ്പുറം.
അത് തെറ്റാണ്. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 2 PG വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, അത് ശരിയാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം, അതും ശരിയാണ്. 48ാമത് ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 49ാമത് ചോദ്യം, 1-ാം EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണയ്യർ, അത് തെറ്റാണ്, നിയമമന്ത്രിയായിരുന്നു. 3 ഡോക്ടർ MR മേനോൻ ആരോഗ്യം, അതും ശരി. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 50ാമത് ചോദ്യം, കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. 1 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, അത് ശരിയാണ്. 2 ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, അത് തെറ്റാണ്. 3 ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം, അതും ശരിയാണ്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 51ാമത് ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 വൈകുണ്ഠ സ്വാമികൾ അഖിലത്തിരുട്ട്, അതും ശരിയാണ്. വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, അത് തെറ്റാണ്. വിവേകാനന്ദ സന്ദേശം ആഗമാനന്ദനാണ് എഴുതിയത്. ചവറ കുര്യാക്കോസ് ഏലിയാസ് അനുതാപം, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 52ാമത് ചോദ്യം, കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 മാതൃഭൂമി KP കേശവമേനോൻ, അത് ശരിയാണ്. 2 കേരള കൗമുദി CP കുഞ്ഞുരാമൻ എന്നാണ് തന്നിട്ടുള്ളത്. CV കുഞ്ഞിരാമനാണ് കേരള കൗമുദി. 3 അൽ അമീൻ മുഹമ്മദ് അബ്ദുറഹ്മാനാണ് സ്ഥാപകൻ. ഓപ്ഷൻ തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളതാണ്. 53ാമത് ചോദ്യം, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1 ഋതുമതി പ്രേംജി, അത് ശരിയാണ്. 2 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, അതും ശരിയാണ്. പാട്ടബാക്കി എന്നത് K ദാമോദരനാണ് എഴുതിയത്. ഇവിടെ തന്നിരിക്കുന്നത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 54ാമത്തെ ചോദ്യം, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ, അത് തെറ്റാണ്. കാരാട്ട് ഗോവിന്ദ മേനോനാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. 2 തൈക്കാടയ്യ സുബ്ബരായർ, അത് ശരിയാണ്. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 55ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഉത്തരം TK മാധവൻ KP കേശവമേനോൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 56ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്, അത് തെറ്റാണ്. ഗാന്ധിജിയാണ് പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 57ാമത്തെ ചോദ്യം, മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1 നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായർ ഭൃത്യജന സംഘം രൂപവൽക്കരിച്ചു. വൈക്കം സത്യാഗ്രഹത്തെ മന്നത്തിൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തി, അതും ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും, അത് തെറ്റാണ്. എൻ്റെ ജീവിത സ്മരണകൾ എന്നാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. കണ്ണീരും കിനാവും എന്ന ആത്മകഥ VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്.
58-ാമത്തെ ചോദ്യം EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളുടെ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്നത് PK ബാലകൃഷ്ണൻ്റെ കൃതിയാണ്. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് EMS നമ്പൂതിരിപ്പാട് എഴുതിയതാണ്. ഇതിൽ പെടാത്തതാണ് ചോദിച്ചത്, 1 മാത്രമാണ് വരുന്നത്, ഓപ്ഷനിൽ ഇല്ല. 59-ാമത്തെ ചോദ്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗസ്ഥങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. അത് ശരിയാണ്. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. 1891-ലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ D ആണ്. 1, 3 ശരിയായിട്ടുള്ളത്. 60-ാമത്തെ ചോദ്യം കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. കുഞ്ഞമ്പു നായർ, ചിരുകണ്ഠൻ. ഉത്തരം ഓപ്ഷൻ B. 61-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏത്? ഉത്തരം ഓപ്ഷൻ C, ഇനാമൽ. 62-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? സ്കോർബിക് ആസിഡും ജീവകം B കോംപ്ലക്സിൽ ഉൾപ്പെടുന്നില്ല. 63-ാമത്തെ ചോദ്യം രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് രോഗം? ഉത്തരം ഓപ്ഷൻ D, ഹീമോഫീലിയ. 64-ാമത്തെ ചോദ്യം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ A, ആർദ്രം പദ്ധതി. 65-ാമത്തെ ചോദ്യം കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏത്? ഉത്തരം ഓപ്ഷൻ D, ജീവകം A. 66-ാമത്തെ ചോദ്യം കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. അത് തെറ്റാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, കോഴിക്കോട്. അത് ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അത് തെറ്റാണ്. കാസർഗോഡാണ് വരേണ്ടത്. കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി, തൃശ്ശൂർ. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ C ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 67-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഉത്തരം പവിത്ര, അന്നപൂർണ. ഉത്തരം ഓപ്ഷൻ D. 68-ാമത്തെ ചോദ്യം മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ഡയേറിയ, ടൈഫോയിഡ്, എയ്ഡ്സ്, കോളറ. ഡയേറിയ, ടൈഫോയിഡ്, കോളറയാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ D. എയ്ഡ്സ് പകരുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെയാണ്. 69-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ A ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. 70-ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. അത് ശരിയാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. അതും ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനമാണ്, വന്യജീവി സങ്കേതമല്ല. നെയ്യാർ ദേശീയോദ്യാനമല്ല, വന്യജീവി സങ്കേതമാണ്. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ B ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. 71-ാമത്തെ ചോദ്യം തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? സംയുക്തങ്ങളും സംയുക്തത്തിലെ ആറ്റങ്ങളും തന്നിരിക്കുന്നു.
അലക്കുകാരം സോഡിയം കാർബൺ ഓക്സിജൻ, അത് ശരിയാണ്. വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ, അത് തെറ്റാണ്. പഞ്ചസാര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് കാർബൺ ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, തെറ്റായ ജോഡി. 72ാമത് ചോദ്യം, അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഗ്നീഷ്യം. അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. 73ാമത് ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ജെർമേനിയം, സിലിക്കൺ, ആർസനിക്. ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവയൊക്കെയാണ്. 74ാമത് ചോദ്യം, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ. 75ാമത്തെ ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് 1, 3. അതായത് രാസവളങ്ങളുടെ നിർമ്മാണം, പാഴ്ജല ശുദ്ധീകരണം. 76ാമത്തെ ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ആ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 15 സെൻറ്റിമീറ്റർ. അത് പകുതിയായിരിക്കും. 77ാമത്തെ ചോദ്യം, എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ഉത്തരം ഓപ്ഷൻ എ ദൂരം. 78ാമത്തെ ചോദ്യം, 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു, അത് ശരിയാണ്. 2, വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കും, അതും ശരിയാണ്. സോണാറിൽ ഇൻഫ്രാറെഡ് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു, അത് തെറ്റാണ്. അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 79ാമത്തെ ചോദ്യം, നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 1, ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. ഒരു വസ്തു ചെരിവ് തലത്തിലൂടെ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി, അതും നെഗറ്റീവാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ് 2ഉം 3ഉമാണ് നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണം. 80ാമത്തെ ചോദ്യം, നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്ര? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ/സെക്കൻഡ് ആയാൽ ലോറിയുടെ ത്വരണം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 6 മീറ്റർ/സെക്കൻഡ്². അതായത് വെലോസിറ്റി ബൈ ടൈമാണ് ആക്സിലറേഷൻ. വെലോസിറ്റി 30ഉം ടൈം 5ഉമാണ്. അപ്പം 30/5, ഉത്തരം 6 മീറ്റർ/സെക്കൻഡ്² ആണ് വരുന്നത്. ആദ്യത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. 2021 സ്വാതി പുരസ്കാരം നേടിയത് PR കുമാര കേരളവർമ്മ. 2024 അത് പ്രഖ്യാപിച്ചത്. രണ്ടാമത്തെ ചോദ്യം, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി KR സച്ചിദാനന്ദൻ.
മൂന്നാമത്തെ ചോദ്യം, കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? കോട്ടയത്തെ KR നാരായൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഉത്തരം ശ്രീ സയ്യിദ് അക്തർ മിർസ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി അഴീക്കൽ മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഞ്ചാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്തതാണ്. 6. 2020 ന്യൂയോർക്ക് ഇന്ത്യ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അജൽ മിശ്ര. ഏഴാമത്തെ ചോദ്യം, ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ലക്നൗ. എട്ടാമത്തെ ചോദ്യം, 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലേ. ഒൻപതാമത്തെ ചോദ്യം, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ന്യൂഡൽഹി. പത്താമത്തെ ചോദ്യം, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആര്? 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ. 11ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബ്രസീൽ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏത്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഡക്കാൻ പീഠഭൂമി. 14ാമത്തെ ചോദ്യം, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കൊടൈക്കനാൽ. 15ാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉത്തരം ഓപ്ഷൻ സി നർമ്മദ. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി സിന്ധു നദി. 17ാമത്തെ ചോദ്യം, മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ അറബി. 18ാമത്തെ ചോദ്യം, കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി എന്നത് ഉത്തരം ഓപ്ഷൻ എ കാറ്റാണ്. 19ാമത്തെ ചോദ്യം, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. 20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം. അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 21ാമത്തെ ചോദ്യം, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വാസ്കോഡ ഗാമ. 22ാമത്തെ ചോദ്യം, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? ഝാൻസി റാണി വീരമരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 1858. 23ാമത്തെ ചോദ്യം, ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം ഓപ്ഷൻ എ വാറൻ ഹേസ്റ്റിങ്സ്.
24-ാമത് ചോദ്യം, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ബ്രഹ്മസമാജം. 25-ാമത്തെ ചോദ്യം, ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, 1815. രാജാറാം മോഹൻ റോയിയാണ് ആത്മീയ സഭ രൂപീകരിച്ചത്. 26-ാമത്തെ ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 27-ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 28-ാമത് ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ചമ്പാരൻ സത്യാഗ്രഹം. 1917 ഏപ്രിൽ 10-നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 29-ാമത് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 30-ാമത് ചോദ്യം, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ്? ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ സക്കീർ ഹുസൈൻ. 31-ാമത് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, മൗലികാവകാശങ്ങൾ. 32-ാമത് ചോദ്യം, മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, 24-ാം ഭേദഗതി. 33-ാമത് ചോദ്യം, സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 44-ാം ഭേദഗതി. 34-ാമത് ചോദ്യം, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അനുച്ഛേദം 16. 35-ാമത് ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ ബി, 359. 36-ാമത് ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, 1993. 37-ാമത്തെ ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഗവർണർ. 38-ാമത് ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? 7 അംഗങ്ങളാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, 2 ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 3 ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, 4 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, 5 ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, 6 ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, 7 ചീഫ് കമ്മീഷൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. ഈ 7 അംഗങ്ങളുമാണ് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ എ, കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല. 39-ാമത് ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, മുഖ്യമന്ത്രി. 40-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ്?
ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അലോക് റവാത്ത്. 41 ചോദ്യം, കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലയിലാണ്. 42 ചോദ്യം, ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഉത്തരം ഓപ്ഷൻ ബി 1.18. 43 ചോദ്യം, കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി കുണ്ടറ. 44 ചോദ്യം, മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ പെഡോളജി. 45 ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. 46 ചോദ്യം, തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നത്? തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം ഓപ്ഷൻ ബി കൈത്തറി. 47 ചോദ്യം, ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് ഏതാണ്? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ്. ഉത്തരം ഓപ്ഷൻ സി നീണ്ടകര. 48 ചോദ്യം, KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ബ്രഹ്മപുരം. 49 ചോദ്യം, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നിലമ്പൂർ. 50 ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡിണ്ടിഗൽ, കൊല്ലം. 51 ചോദ്യം, കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആഗമാനന്ദ സ്വാമി. 52 ചോദ്യം, 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി അക്കാമ ചെറിയാൻ. 53 ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അക്കാമ ചെറിയാൻ. 54 ചോദ്യം, 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി വെങ്ങാനൂർ. 55 ചോദ്യം, 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമി. 56 ചോദ്യം, എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം ഓപ്ഷൻ ബി തലശ്ശേരി. 57 ചോദ്യം, ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏത്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1797. 58 ചോദ്യം, കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? കുരുമുളകിന്റെ വ്യവസായ കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങ് കലാപം. 59 ചോദ്യം, ഏതു വിപ്ലവത്തിന് സാക്ഷ്യം മലയാണ് പുരളിമല? ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശി വിപ്ലവം. 60 ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1930. 61 ചോദ്യം, മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 32.
രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ശ്വാസകോശം. 63ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, കരൾ. 64ാമത്തെ ചോദ്യം, ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഓപ്ഷൻ എ, മെഡുല്ല ഒബ്ലാങ്കാറ്റ. 65ാമത്തെ ചോദ്യം, മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സെറിബെല്ലം. 66ാമത്തെ ചോദ്യം, പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? പേശികളെക്കുറിച്ചുള്ള പഠനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മയോളജി. 67ാമത്തെ ചോദ്യം, പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ സി. 68ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ബയോട്ടിൻ. 69ാമത്തെ ചോദ്യം, സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏത്? സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, അപ്പോളോ ഹോസ്പിറ്റൽ. 70ാമത്തെ ചോദ്യം, റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? റേച്ചൽ കേഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, DDT. 71ാമത്തെ ചോദ്യം, ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ, ഇലക്ട്രോൺ. 72ാമത്തെ ചോദ്യം, കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ സി, സിങ്ക്. സിങ്കിന്റെ മറ്റൊരു അയിരാണ് സിങ്ക് ബ്ലൻഡ്. 73ാമത്തെ ചോദ്യം, ഭാവിയിലെ ഇന്ധനം ഏത്? ഭാവിയിലെ ഇന്ധനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. 74ാമത്തെ ചോദ്യം, ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതാണ്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. 75ാമത്തെ ചോദ്യം, ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ലെസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഓക്സിജൻ. 76ാമത്തെ ചോദ്യം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. 77ാമത്തെ ചോദ്യം, ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ഉത്തരം ഓപ്ഷൻ ബി, ചലനം. 78ാമത്തെ ചോദ്യം, ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണ് ഉള്ളത്? ഉത്തരം ഓപ്ഷൻ സി, 7. ദ്രവ്യത്തിന് പ്രധാനമായും 7 അവസ്ഥകളാണ് ഉള്ളത്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോൺ കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗുവാൻ പ്ലാസ്മ എന്നീ 7 പ്രധാനപ്പെട്ട അവസ്ഥകളാണ്. 79ാമത്തെ ചോദ്യം, ഒരു ന്യൂട്ടൺ എന്നത് എത്ര ഡൈനാണ്? ഒരു ന്യൂട്ടൺ എന്നത് ഉത്തരം ഓപ്ഷൻ ബി, 10⁵5 ഡൈന്. 80ാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്ലൂട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.